ഗോൾഡൻ ഫുട് പ്രിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജോൺ മുല്ലക്കര അച്ഛനെയാണ്. തികഞ്ഞ ഒരു മാതൃഭക്തനാണ് ബഹുമാനപ്പെട്ട ജോണച്ചൻ. അച്ഛൻ്റെ കഠിനാധ്വാനം നിറഞ്ഞ ജീവിതത്തിന് പിന്നിൽ പ്രേരക ശക്തിയായി എപ്പോഴും ഉള്ളത് പരിശുദ്ധ അമ്മയോടുള്ള അച്ഛൻ്റെ തീക്ഷ്ണമായ ഭക്തിയാണ്. ഈ രൂപതയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോണച്ചൻ. പള്ളികളും സ്കൂളുകളും കോളേജുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉടമയായ ബഹുമാനപ്പെട്ട ജോണച്ചൻ്റെ ജീവിതത്തിലെ പ്രേരക ശക്തിയായ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അച്ഛൻ്റെ ജീവിതത്തെ കൂടുതൽ അറിയുവാനും ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കട്ടെ. എവരെയും അതിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. 1971 വെള്ളാട് നിന്ന് ആരംഭിച്ച് 2021 പയ്യന്നൂർ വരെ തുടർന്ന ഇടവക ശുശ്രൂഷ, 50 വർഷത്തിലധികം നീണ്ട ഇടവക ശുശ്രൂഷ. അതെ, 52 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇടവക ശുശ്രൂഷ. ഈ ഇടവക ശുശ്രൂഷയിൽ ആ കാലഘട്ടത്തിൽ 29ലധികം നിർമ്മിതികൾ, ഇതൊന്ന് തലശ്ശേരി അതിരൂരിൽ ഏറ്റവും അധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകിയ ഒരു വൈദികൻ, ധ്യാനഗുരു, അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ ദൈവം അച്ഛനെ അത്ഭുതകരമായി വഴി നടത്തിയിട്ടുണ്ട്. അച്ഛന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് അച്ഛനൊന്ന് സംസാരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്, മറ്റൊന്നുമില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ മകനായിട്ട് വളർന്നു. കൂലിപ്പണിയെടുത്ത് ജീവിച്ചതാണ്. ചെമ്മാസനായിരിക്കുന്ന കാലത്ത് പോലും ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. അവധിക്കാലത്ത് സെമിനാരി തിരിച്ചു പോകുമ്പോൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് വീടുകളിൽ പോയി താമസിച്ച് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അവധിക്കാലത്ത് ചെല്ലുന്ന സമയത്ത്, അവധിക്കാലത്ത് ഒരു വീട്ടിൽ ചെന്ന് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ഒരു പെൺകുട്ടി ഇംഗ്ലീഷ് വായിച്ചപ്പോൾ തെറ്റിച്ച് വായിച്ചു. ഞാനത് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ആ കൊച്ച് ഓടി എൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അമ്മ ആ ചെറുക്കൻ ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ആരാളാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, ചെമ്മാച്ചനാന്ന് പറഞ്ഞു. ആ ചേട്ടനും ചേട്ടത്തി ഓടി വന്ന് എൻ്റെ കാക്ക മുട്ടായി തന്നിട്ട് പറഞ്ഞു, മോൻ വലിയ ആളായുള്ള ആളാണ്, ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് കിടക്കാവുന്ന സ്ഥലം കച്ചിയുടെ മുകളിലാണ്, തൊഴുത്തിൽ കച്ചിയുടെ മുകളിലാണ് കിടന്നത്. എനിക്ക് പെട്ടെന്ന് മുറിക്കകത്ത് കയറ്റി കട്ടയിൽ കിടപ്പ് സ്ഥലം തന്നു. അന്ന് രാത്രി ഞാനവിടെ സ്ഥലം വിട്ടു. പണിയെടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് ത്യാഗം സഹിക്കാനും എനിക്കൊരു മടിയില്ല. എല്ലാ ഇടവകയിൽ ചെന്നാലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എവിടുത്തെ എന്ത് ത്യാഗം ചെയ്യാനും പറ്റും. എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഇടവക പൊട്ടംപ്ലാവ് ഇടവകയാണ്. പൊട്ടംപ്ലാവ് വളരെ ദരിദ്രമായിട്ടുള്ള ഒരു മല മണ്ടയാണ്. ഞാൻ എല്ലാ വീടുകളിലും പോകുമായിരുന്നു. ആദ്യമായിട്ട് തലശ്ശേരി അതിരൂപതയിൽ പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ച് ബൈബിൾ പാടി വെള്ളം തുടങ്ങിയത് ഞാനാണ്. അതെ, നമ്മുടെ ഇവിടെ പൊട്ടംപ്ലാവിൽ. അത് കഴിഞ്ഞ് ആ രീതിയാണ് പിന്നീട് തലശ്ശേരിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അവരത് സ്വീകരിച്ച് എല്ലാവരും ഇടവകയിലും ആക്കാനായിട്ട് പ്ലാനിട്ടു. കുടുംബ കൂട്ടായ്മകൾ എന്ന സങ്കല്പം തുടങ്ങി വെച്ചത് ഈ കുടുംബ പ്രാർത്ഥനയിലൂടെ ശരിക്കും ബൈബിള് പറഞ്ഞു കൊടുക്കുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, ആളുകളെ എല്ലാവരെയും ഒരു ഫെലോഷിപ്പ് ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ ആദ്യം തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി എല്ലാ വാർഡിലും ആക്കി വെച്ചു. അത് അങ്ങനെ ഒന്നോടുകൂടി എല്ലാവരും വരാൻ തുടങ്ങി. അത് ഏറ്റവും ഭംഗിയായിട്ട് പോയിക്കൊണ്ടു കേട്ടോ. ഭംഗിയായിട്ട് വന്ന് അങ്ങനെ തുടങ്ങിയത്. ഞാൻ ഓരോ ഞായറാഴ്ചകളിലും പള്ളി വിളിച്ച് പറയും, ഇന്ന വാർഡുകാരുടെ കുർബാനയാണ് എന്ന് പറയും. അപ്പോൾ അന്നത്തെ ദിവസം ആ വാർഡുകാരുടെ പേര് വിളിക്കും, ഓരോരുത്തരും വിളിക്കും. വിളിച്ചിട്ട് ഞാൻ പറയും, ഒരു കാര്യമുണ്ട്, കുർബാനയ്ക്ക് എഴുതുന്ന മുമ്പ് എനിക്ക് കാര്യം ചെയ്യണം, നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയും. ഞാൻ കുമ്പസാരക്കൂട്ടി പോയിരിക്കും. എല്ലാവരും അത് കുമ്പസാരിക്കാൻ പറയും. അവരെ കുമ്പസാരിപ്പിച്ചതിന് ശേഷമേ കുർബാനയ്ക്ക് തുടങ്ങുള്ളൂ. അങ്ങനെ ആ കൂട്ടായ്മ ആരംഭിച്ചു. അതൊക്കെ
ഈ ഇടവകയിൽ വലിയ മാറ്റം 52 വർഷത്തെ ഈ ഇടവക ജീവിതത്തിനിടയിൽ ഞാൻ പറഞ്ഞു 29 വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തികൾ, പള്ളിമുറികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തികൾ അച്ഛൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. ആ കാലഘട്ടം ഓർത്തെടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടമൊക്കെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് ഇടവകളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ആ കാലഘട്ടങ്ങളെല്ലാം വളരെ ദരിദ്രമായ ഒരു അവസ്ഥയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും ഒരു ഒന്നും രണ്ടും മൂന്നും നിർമ്മിതികളൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാം അല്ലെ? 5, 6, ഇത് 29 ആണോ? ഇതെങ്ങനെയാണ് ഇത് സാധ്യമാക്കി? അതെ, ഇടവക ജീവിതത്തിലേക്ക് നമ്മൾ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ പൈസ നോക്കുകയില്ല. അവർക്ക് പൈസയല്ല പ്രധാനം, മറിച്ച് കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. കൂട്ടായ്മയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാവരും എന്ത് ത്യാഗവും സഹിക്കും. എല്ലാവരും ആ ത്യാഗത്തിലേക്ക് വരുന്നത് കൊണ്ട് അവർക്കൊരു വിഷമവുമില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരികയില്ല, ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കും. അതാണ് പ്രധാനം. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അത് ആ കൂട്ടായ്മയുടെ പ്രത്യേകതയാണ്. നമ്മൾ കൂട്ടായ്മയിലേക്ക് വന്നു കഴിയുമ്പോൾ ജനങ്ങൾ സ്വയം മറക്കുക ചെയ്യുന്നത്. എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, ഒരു കല്ലെടുത്ത് വെക്കുന്നത് കാണുമ്പോൾ അത് സന്തോഷമാണ്. ആ ഭിത്തി കെട്ടുന്നത് കണ്ടു കഴിയുമ്പോൾ ഓരോ കല്ല് വെക്കുമ്പോഴും അവരുടെ മനസ്സിലാവും സന്തോഷം നിറയുന്നത്. അതെപ്പോഴും കൂട്ടായ്മയെ എപ്പോഴും പണി കൂട്ടായ്മയെ വളർത്താൻ സഹായിക്കുന്നതാണ്. അച്ഛാ, നമ്മളുടെ ഒരറിവ് വെച്ച് ഈ കരിസ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നാണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി അതിരൂപതയിലും അതുപോലെ തന്നെ പുറത്തും ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരനും അതിൻ്റെ വളർച്ചയിലും അച്ഛനൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കവും അതുപോലെ തന്നെ അതിൽ അച്ഛൻ നിർവഹിച്ച പങ്കും ഒന്ന് വിശദീകരിക്കാമോ? പിതാവ് ഒരിക്കലും എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛന് ഞാൻ രൂപതയുടെ ധ്യാനഗുരു കമ്പുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പമല്ലേ, അത് വേണ്ട, പ്രായമായ അച്ഛന്മാർ വേറെയുണ്ട്, ഞാൻ ധ്യാനഗുരു എന്ന് പറഞ്ഞ് ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇന്ന് പറഞ്ഞപ്പോൾ പിതാവിന് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവസാനം പിന്നെ എന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ട് ഞാൻ നമ്മുടെ കാഞ്ഞിരക്കാട്ട് പോകുന്ന അച്ഛനെയും മാമ്പഴി അച്ഛനെയും ധ്യാനഗുരുക്ക് പറയാനായിട്ട് വെച്ചു. അവരൊരു കൊല്ലം കൊണ്ട് പരിപാടി നിർത്തി, നിന്നേന്നില്ല. പക്ഷേ പിതാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ പിന്നെ ധ്യാനിപ്പിക്കാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും പോയി ധ്യാനം കൊണ്ടിരുന്നു. ധ്യാനത്തിനങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോകുമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ കരിസ്മാറ്റിക് നവീകരണത്തിന് നമുക്കൊരു സംസ്ഥാന കേന്ദ്രമുണ്ട്. അത് കളമശ്ശേരിക്കാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ എന്നെ ഇവിടുത്തെ സോണൽ പാസ്റ്ററായിട്ട് വെച്ചു. തലശ്ശേരി രൂപത മൊത്തം അതിൻ്റെ പാസ്റ്ററായിട്ട് എന്നെ വെച്ചു. അന്നത്തെ കാലത്ത് പിന്നെ നമ്മുടെ എല്ലാ ഇടവകളിലും പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ടാകുമായിരുന്നു. ഞാൻ എല്ലാ ഇടവകളിലും പോകും. മാസത്തിലൊരിക്കൽ വെച്ച് എല്ലാ ഇടവകളിലും പോകുമായിരുന്നു. അങ്ങനെ പോയി പ്രാർത്ഥനാ ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ട് വന്നു. അതുകൂടാണ്ട് തന്നെ ധ്യാനം നടത്താൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും പോയി ധ്യാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ആട് പ്രാർത്ഥന തുടങ്ങി. കരിസ്മാറ്റിക് സമ്മേളനം ആരംഭിച്ചാണ് ഇതെല്ലായിടത്തും ആക്കിയെടുത്തത്. എല്ലാ സ്ഥലത്തും പിന്നെ ചില സ്ഥലങ്ങളിൽ ധ്യാനം നടത്തി, ചില ധ്യാനം ഇല്ലാണ്ട് വന്നു. അങ്ങനെയാണ് വളർത്തിയെടുത്തത്. എല്ലാ ഇടവകളിലും ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അത് പുറത്തു പോകുമായിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് നിവൃത്തിയില്ലാണ്ട് വന്നു. സാമ്പത്തികമായിട്ട് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ 3-4 പേര് കൂടെയൊക്കെ വന്നു, അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണ്ടേ. മാർഗയിലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വാലറ്റേജനെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ എന്നെ ഇത് ഒഴിവാക്കണം, കാശില്ല പോകാനായിട്ട്, അതുകൊണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒഴിവാക്കുകയത്. ഇങ്ങനെ എല്ലാ ഇടവകളിലും അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇടവകളിൽ, സ്വന്തം ഇടവകയിലെ ഇത്രയേറെ കൺസ്ട്രക്ഷൻ, ഈ ഇടവകയിലെ ഇത്തരം 29 നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്ന ഈ 16 ഇടവകളിൽ എത്രയത്രം അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് അച്ഛൻ ചെയ്തത്. അവിടെ ഇടവകയിൽ കൃത്യമായ മീറ്റിങ്ങുകൾ കൂടണം, അവിടുത്തെ ഭക്തസംഘടനകളുടെ കാര്യം നോക്കണം. ഇതൊക്കെ എങ്ങനെയാണ് അതിന് സമയം കണ്ടെത്തിയത്? അത് നമുക്കതിലെ ഒരു ജോലിയുള്ളൂ. നമ്മുടെ യഥാർത്ഥ ജോലി അതാണ്. ഉത്സാഹത്തോടു കൂടി വർത്തിക്കുമ്പോൾ അതിനൊക്കെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് ആ ഒരു തീഷ്ണതയാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് അതാണ്. നമുക്ക് ശക്തി തരികയാണ് ചെയ്യുന്നത്. ഓടിയെടുത്ത് പ്രവർത്തിക്കാനുള്ള വേദി തരികയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ, ആ ഉത്സാഹം കാണുമ്പോൾ തനിയെ ഇതെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് വെക്കോളൂ, ഒരു കുഴപ്പവും വരികയില്ല. പരാജയങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനൊരു പ്രസംഗം പറഞ്ഞാൽ അത് സാധാരണഗതി ഞായറാഴ്ചകളിൽ 3 പ്രസംഗം ഉണ്ടാവുമല്ലോ. 2 കുർബാനയ്ക്കും 3 കുർബാനയ്ക്കും ഉണ്ടാവും. 3 കുർബാനയ്ക്കും 3 പ്രസംഗമായിരിക്കും. ഒരിക്കലും ഒരു പ്രസംഗം ആവർത്തിക്കാറില്ല. അത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ആ സമൂഹത്തിന് ആവശ്യമായത് തരുകയായിരുന്നു. അത് നമ്മൾ പറയും. അങ്ങനെ വരുന്നത് കൊണ്ട് ജനങ്ങളെപ്പോഴും പ്രബുദ്ധരായിട്ട് നിൽക്കും.
അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് പോകാൻ പറ്റും. അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്ത അസിസ്റ്റൻ്റ് വികാരിമാർ കൊച്ചച്ഛന്മാർ പറയുന്നൊരു കാര്യം, അച്ഛനിൽ നിന്ന് കണ്ടുപഠിക്കാൻ ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ ഒരു വർഷം ഇരുന്നത് ഞങ്ങളുടെ ബാക്കിയുള്ള ശിഷ്ട വൈദിക ജീവിതത്തിൽ വളരെയേറെ ഗുണപ്പെട്ടു. അത് അച്ഛൻ്റെ ഒരു ട്രെയിനിങ് വളരെ ഞങ്ങൾക്ക് സഹായകമായി എന്ന് അച്ഛൻ പറയുന്നത്. എനിക്കറിയാം. അത് ഏത് പ്രതിസന്ധി വന്നാലും അച്ഛൻ ചിരിച്ച് അതിനെ എല്ലാ പ്രതിസന്ധികളല്ല എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ശൈലി അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അച്ഛൻ പറഞ്ഞല്ലോ, ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് പോകുന്ന സമയത്ത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അച്ഛൻ ഈ തലശ്ശേരി രൂപതയിൽ മാത്രം ഒതുങ്ങി നിന്നോ ഈ പ്രസ്ഥാനവുമായിട്ട്? ഇല്ല, എല്ലായിടത്തും പുറത്തൊക്കെ പോയി. ഉള്ളത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ രൂപതയിലും ഞാൻ പോയിട്ടുണ്ട്. പാലാ രൂപതയിൽ പോയിട്ടുണ്ട്, വരാപ്പള്ളി രൂപതയിൽ പോയിട്ടുണ്ട്, തൃശ്ശൂർ രൂപതയിൽ പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാ രൂപതകളിൽ തന്നെ പോയിട്ടുണ്ട്. 1-2 പള്ളികളൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള രൂപതകളിലും അവിടുത്തെ സ്റ്റേറ്റുകളിലൊക്കെയോ? കേരളത്തിന് പുറത്ത് ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. ആ, ഏറ്റവും അങ്ങേയറ്റത്തെ അരുണാചൽ പ്രദേശിൽ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. ഓ, അത് ശരി. ആ, അത്രയേറെ തീഷ്ണത അന്ന് അച്ഛനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ ഇത് മുഴുവനും ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഉത്സാഹമായിരുന്നു. അന്ന് ഓടി കിടക്കുകയല്ലേ. അവിടുത്തെ തീഷ്ണതയെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. രോഗിയായിട്ട് വന്ന് കിടന്ന ആളുകൾ എഴുന്നേറ്റ് പോയ അനുഭവം ഉണ്ട് അവിടെ ധ്യാന സമയത്ത്. അതുപോലെ അച്ഛൻ ഈ ഇരുന്ന ഇടവുകളിലൊക്കെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകത, മാതാവിൻ്റെ വലിയ ഗ്രോട്ടോകൾ നിർമ്മിക്കുന്നതിൽ അച്ഛൻ വളരെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ആലക്കോടെ ആയാലും 23-22 അടിയുള്ള വലിയ ഒരു ഗ്രോട്ടോ, ഇനി വെളിമാനത്ത് ഗ്രോട്ടോ പണിതു. അങ്ങനെ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ അത്. മലേഷ്യയിൽ ഞാൻ ചെന്നപ്പോഴേ, മലേഷ്യയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടു. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് 140 അടി പൊക്കമുണ്ട്. ഗോൾഡൻ കളറിലാണ് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര ആളാണ് വരവ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി രൂപം ഉണ്ടാക്കണം. അത് ആലക്കോട് തന്നെയാണോ എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ വന്നിട്ട് ചേടത്തിമാരോട് പറഞ്ഞു, നമുക്കൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഇരുന്നത് ഒരു 25 അടി പൊക്കമുള്ള രൂപമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനുള്ള തല കിട്ടിയില്ല. തൃശ്ശൂരാണ് ഒരു രൂപം ഉണ്ടാക്കുന്നത്. അവർക്ക് അതിന് തലയില്ല. 22 അടി വരെ പൊക്കമുള്ള തലയാണ് പറ്റുള്ളൂ. അങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയത്. അന്ന് 1,60,000 രൂപ അതിന് മുടക്കായി. ചേടത്തിമാർ ഇതിന് വിരിവെടുത്ത് ഉണ്ടാക്കിയ പൈസയാണ്. അങ്ങനെയാണ് ആ രൂപം ഉണ്ടാക്കിയത്. ഇന്ന് അവിടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ആലക്കോട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കിയത് മാത്രമല്ല, കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും മരിയൻ ഭക്തിക്ക് നല്ല പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മരിയൻ ഭക്തി അച്ഛനിലേക്ക് വന്ന സാഹചര്യം, അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു കാര്യം അച്ഛനൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ഭക്തി എന്ന് പറയുന്നത് അത് ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഞങ്ങൾക്ക് അവിടെ അടുത്ത് മധുരവേലി എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ മാതാവിൻ്റെ നൊവേനയുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും അവിടെ നൊവേനയ്ക്ക് പോകുമായിരുന്നു. അത് അമ്മ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു പോകണമെന്ന് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മാതാവിന് വലിയ ഭക്തിയിലാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. ആ ഭക്തിയിൽ വളർന്നു വന്നിട്ടാണ് അവസാനം വിളക്കന്നൂരിൽ നിന്ന് അനുഭവം ഉണ്ടായത്. മാതാവ് വിളക്കന്നൂർ വെച്ച് പള്ളി പണിയാനായിട്ട് പ്ലാൻ ഇട്ടപ്പോൾ പള്ളി പണിയാനുള്ള കാശ് അവിടെ ഉണ്ടാകണം. തന്നെ കണ്ടെത്തണം. ഇവിടെ തന്നെയായിരുന്നു. അപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെന്ന് വരിയില്ല, അവിടെ മഠം പണിതാൽ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പണിയിപ്പിച്ചു. പള്ളിയുടെ ആവശ്യമുണ്ട് മേടിച്ചത് കമ്പി സൂചി എല്ലാം എടുത്ത് പണിത് കഴിഞ്ഞപ്പോൾ അവരും കാശ് തരാൻ പഠിച്ചു. കാരണം അവർക്ക് ആ സമയത്ത് ഉണ്ടായില്ല. അവർ പറഞ്ഞ് ബത്തേരിയിൽ ആശുപത്രി പണിയാണ്, അത് പണി ചെയ്താണ്ട് തരാൻ പറ്റിയിരുന്നു പറഞ്ഞു. അവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട്. അങ്ങനെ വന്നപ്പോൾ അവിടെ വിഷമമായി, മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ആളുകളെല്ലാം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾ കാശ് തന്നിട്ട് പണി കഴിക്കുന്നതിന് പറഞ്ഞ് ബഹളം വെച്ചു, ഒച്ചപ്പാടായി. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ലെന്ന് വിചാരിച്ച് ജീവിതത്തെ ഞാൻ അവസാനിപ്പിക്കാൻ തന്നെ കരുതിയ വാസത്തിൽ. അങ്ങനെ വിചാരിച്ച് ഞാൻ രാത്രി ഇറങ്ങി വന്ന് പള്ളി മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ചേടത്തി കയറി വന്നു. ചേടത്തി കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെൻ്റെ പേര് വെളുപ്പിന് 5 മണി ആയിക്കണം, അത്രേ ഉള്ളൂ, നിങ്ങളെന്നെ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു. അച്ഛാ ഇന്നലെ മുതൽ എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ്, അച്ഛൻ്റെ അടുത്ത് വരണം, അച്ഛനോട് പറയണം, അച്ഛനല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ അച്ഛനെ തിരഞ്ഞെടുക്കുക ചെയ്തത് എന്ന് പറയണമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. അത് പറയാനായിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നി.
ഞാൻ പെട്ടെന്ന് ചാടി മുറിക്കകത്ത് കയറിയിട്ട് പിന്നെ ചേട്ടത്തിയെ നോക്കിയിട്ട് കാണാനില്ല. അവിടെയെല്ലാം തപ്പിടി. അപ്പോൾ ഞാൻ ചേട്ടത്തി ചോദിച്ചു, നിങ്ങളുടെ ആരാന്ന് ചോദിച്ചു. എൻ്റെ പേര് മേരി എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, മാതാവ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ ആരുമില്ലായിരുന്നു, ഒരാളുമില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ അമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചു. എല്ലാം കഴിഞ്ഞു. അന്ന് മുതലുള്ള ആ ഭക്തി വർദ്ധിക്കുക ചെയ്തേ. പരിശുദ്ധ അമ്മയുടെ അതാണ് അതിൻ്റെ ഒരു നന്ദിയും കൂടെയാണ് ചെല്ലുന്ന ഇടവുകളിലൊക്കെ മാതാവിൻ്റെ ഗ്രോട്ടോ, മാതാവിൻ്റെ കൂടുതൽ തീഷ്ണമായിട്ടുള്ള മരിയൻ ധ്യാനങ്ങൾ. അതെ അതെ, എല്ലായിടത്തും അതെ. അങ്ങനെയാണ് സംഭവം. പരിശുദ്ധ അമ്മയുടെ സ്നേഹം എന്തുമാത്രം കാണിക്കാവോ അത്രയും ഗുണമുണ്ടായിരുന്നു. ആ സ്നേഹം കാണിക്കുന്നതോറും നമുക്ക് തീഷ്ണത വർദ്ധിക്കുക ചെയ്യുന്നത്. ഭക്തി വർദ്ധിക്കുന്നു, നമുക്ക് വാചാലത കൂടുന്നു, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടുന്നു. അതെ, സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പൈസക്കരി എന്ന് പറയുന്ന ഒരു ഇടവകയിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ പൈസക്കരിയുടെ മുഖചിത്രം അച്ഛൻ ചെന്നതിന് ശേഷം അത് മാറ്റപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതെന്താണെന്നൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ പൈസക്കിരി എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തെ അക്ഷരഗിരിയാക്കി പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് അവിടെ ചെയ്ത വ്യക്തി. അത് പിന്നെ ഭഗവത്പാദ ITC ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി സ്കൂളുകളായിക്കോട്ടെ, എല്ലാം ദേവമാതാ കോളേജ്. ഇന്ന് അവിടെ ഒരു വിദ്യാഭ്യാസ നഗരം അക്ഷരഗിരിയാക്കി അച്ഛൻ മാറ്റി. തീർച്ചയായിട്ടും അത്ഭുതാവകമല്ലേ ആ ഒരു കാലഘട്ടം? സത്യമാണ്. അതിനാണ് സഹായിക്കുന്ന ഒരു ഘടകം എന്ന് ചോദിച്ചാൽ മാതാവാണ്, ദേവമാതാവാണ്. അവിടെ ആദ്യമായിട്ട് അതിപ്പോഴും ആളുകൾ പറയും, ഞാൻ ആദ്യമേ ചെയ്ത് വടിയേരി ഒരു ഗ്രോട്ടോ പണിയായത്. ആ ഗ്രോട്ടോ അവിടെ വെയിൽ കൊണ്ട് മാതാവ് ഇരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, ഈ മാതാവിന് വെയിലത്ത് കൊണ്ട് വെച്ചേക്കുന്നത് മനഃപൂർവ്വം എന്ന് പറയുമായിരുന്നു. മനഃപൂർവ്വം മാതാവ് വെയിലത്തിരുന്നാൽ മാതാവിനെ സഹായിക്കും. ആ ഒരു ചിന്ത, അങ്ങനെ ചിന്ത എനിക്കുണ്ടായിട്ടില്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയുമായിരുന്നത്. മാതാവിൻ്റെ ഗ്രോട്ടോ ആദ്യമേ പണിത് അവിടെയാണ്, പണിതിട്ടാണ് തുടങ്ങുന്നത്. പരിശുദ്ധ അമ്മയാണ് എല്ലാത്തിൻ്റെയും ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ആ മാതാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആരംഭിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു. കാരണം കാശ് പിടിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂള് നമ്മൾ കാശ് മേടിച്ചാൽ തന്നെ അവിടെ പഠിപ്പിക്കാനും കുട്ടികൾ പഠിപ്പിക്കാനും വെച്ച് ഒരു വിഷമം ഉണ്ടായില്ല. ആളുകൾക്കെല്ലാം വളരെ സന്തോഷം. എല്ലാവരും അവിടെ താല്പര്യപൂർവ്വം തന്നെ വർദ്ധിച്ചു. അതോടുകൂടി അവിടെ മാറ്റം വന്നു എല്ലായിടത്തും. അതൊരു വലിയ മാറ്റമായിരുന്നു. ആ പ്രദേശം മുഴുവൻ തെളിഞ്ഞു വന്നു. അതെ, ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ ഉപരിപഠനത്തിനായി പുറത്തുപോയി ജോലികൾ കരസ്ഥമാക്കി. ആ പ്രദേശം തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ, ആ കുടുംബങ്ങളൊക്കെ അത്ഭുതകരമായ രീതിയിൽ വളർന്നു വന്നു. പുറമേ നിന്നും ആളുകൾ ധാരാളം പൈസക്കരിയിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ. ഉണ്ടായി. തീർച്ചയായിട്ടും. ഏതായാലും ഒരു കാര്യം ശരിയാണ്. അത് പിന്നെ പൈസക്കരിയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. തീർച്ചയായിട്ടും ഒത്തിരി വളർച്ചയുണ്ടായി. അത് പിന്നെ സ്കൂളുകൾ മാത്രമല്ല, കോളേജ് സ്റ്റേജ് ഒന്നോടുകൂടി ഹോസ്റ്റലായി, സൗകര്യമായി. 100 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. അതെല്ലാം അവിടെ സ്പോർട്സിന്റെ വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് അവിടെ താമസിക്കുന്നു. ഹോസ്റ്റൽ സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ ആ രീതിയിലുള്ള ഒരു വലിയ മാറ്റം ആ പ്രദേശത്തുണ്ടായി. അതുപോലെ അച്ഛനെ എനിക്ക് തോന്നുന്നു, അച്ഛൻ ബഹുജന പങ്കാളിത്തത്തോടു കൂടി വിളക്കുന്നൂർ ഒരു ലാറ്റക്സ് ഫാക്ടറി. എന്നാൽ നമുക്കറിയാം, റബ്ബർ നമ്മുടെ ഇടവുകളിലൊക്കെ റബ്ബർ വരുന്നു, റബ്ബറിന് വില കുറയുന്നു. മഴക്കാലം നമ്മൾ റബ്ബർ വെട്ടാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേനും റബ്ബറിൻ്റെ വില കുറയുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി റബ്ബർ കർഷകർ പോയ സമയത്ത് അച്ഛനവിടെ ലാറ്റക്സ് ഫാക്ടറി ബഹുജന പങ്കാളിത്തത്തോടെ തുടങ്ങി. അതിനെ പ്രോത്സാഹിപ്പിച്ചത് പിന്നെ PT ജോസാണ്. ഒരു ലാറ്റക്സ് ഫാക്ടറിക്കുള്ള സൗകര്യം വന്നിട്ടുണ്ട്, അച്ഛനവിടെ സൗകര്യം തരികയാണെങ്കിൽ നമുക്കവിടെ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ തുടങ്ങാൻ യാതൊരു മാർഗ്ഗവുമില്ല. 5 ഏക്കർ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ഏതായാലും മനസ്സിലേക്ക് ഇങ്ങനെ വെച്ചത്. എന്നിട്ട് ഞാൻ പള്ളിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൈക്കാരന്മാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ഒരു 5 ഏക്കർ സ്ഥലം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ ഒരു ലാറ്റക്സ് ഫാക്ടറി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൈക്കാരൻ മാണിച്ചേട്ടൻ അവിടെ പുള്ളി പറഞ്ഞു, ഇവിടെ ഫാക്ടറി വരികയാണെന്ന് വരികയിൽ 1/2 ഏക്കർ സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അതൊരു പ്രപ്പോസലാണല്ലോ. അപ്പോൾ ഉടനെ കുഞ്ഞൂർക്ക് ചേട്ടൻ പറഞ്ഞു, പള്ളി മാണി കുഞ്ഞൂർക്ക് ചേട്ടൻ പറഞ്ഞു, ഇവൻ 1/2 ഏക്കർ തരികയാണെന്ന് ഒരു 3/4 ഏക്കർ ഞാൻ തരുമെന്ന് പറഞ്ഞു. ആളുകൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ പറഞ്ഞ ഇവിടെ 1.25 ഏക്കറായില്ലേ, അപ്പോൾ ഉദ്ദേശിച്ച് നടക്കുന്ന കാര്യമാണ് വിചാരിച്ചു. ഞാനൊന്ന് എന്ത് ചെയ്തു, അവിടെ എസ്റ്റേറ്റ് ഉണ്ട്, ആ എസ്റ്റേറ്റിന് ചുറ്റുമുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു.
വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കുറേ പൈസ സ്ഥലം തരികയാണെന്ന് വരികിൽ നമുക്ക് ഫാക്ടറി ആരംഭിക്കാൻ പറ്റും. അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്കുള്ള സ്ഥലത്തിൻ്റെ പൈസ നിങ്ങൾ ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രപ്പോസൽ ഓരോരുത്തർ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സ്ഥലമായി നമുക്ക്. സ്ഥലമായി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് ആവശ്യത്. അപ്പോൾ അവസാനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴല്ലോ തൂപ്പുകാരത്തേക്ക് 30,000 രൂപ കിട്ടി. ഓ, ആ പ്രദേശവാസികളായ കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനും ഒരു വികസനത്തിനും അതൊരു വഴി അവസരമായി. ഈ ഏത് ഗവൺമെന്റ് പ്രപ്പോസൽ വന്നാലും അച്ഛൻ അതിനെ ഒന്ന് ശ്രമിച്ചു നോക്കാതെ വിടില്ല എന്നുള്ളതിനൊരു തെളിവുണ്ട്. പുഷ്പഗിരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ആശുപത്രി, അവിടെ അച്ഛൻ്റെ ഒരു ജനകീയമായ ഇടപെടലില്ലേ? അതെങ്ങനെയായിരുന്നു? അവിടെ ഗവൺമെൻറ് 80% പൈസ തരും, 20% പൈസ നമ്മളുണ്ടാക്കണം. 20% പൈസ എന്ന് പറഞ്ഞാൽ നല്ല പൈസയുണ്ട്. അതുണ്ടാകാനായിട്ട് ആളുകൾക്ക് പൈസയില്ല. പിന്നെ മുമ്പായിട്ട് വരാൻ ഞാൻ സ്ത്രീയൊക്കെയോട് കൂടി പ്ലാൻ ഇട്ടു. സ്ത്രീയൊക്കെയോട് ഞാനും കൂടെ കൂടി കോഴിക്കോട് അങ്ങാടി മുഴുവൻ നടന്ന് തെണ്ടി അവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തെല്ലാം പോയി അങ്ങനെ കാശുണ്ടാക്കുകയത്. അങ്ങനെയാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ ഇതായി ആയത്. അച്ഛന് ഇതുപോലെ ഇത്രയും ഇടവുകളിൽ ഈ കൺസ്ട്രക്ഷനൊക്കെ നടത്തിയപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും. കാരണം സാമ്പത്തികമായിട്ട് ആളുകളിൽ നിന്ന് പിരിവെടുത്ത് ഒക്കെ നിർമ്മിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും തളർത്താതെ ഇത്രയേറെ തീഷ്ണതയോട് ഇത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ ഭക്തി, അച്ഛൻ പറയും മാതാവിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു അച്ഛൻ. തീർച്ചയായിട്ടും അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ ഉറപ്പായിരുന്നു ഇത് ഭാവി തലമുറയ്ക്ക് എന്തായാലും ഗുണം ചെയ്യും. എത്രയോ ആയിരങ്ങളാണ് ഈ അച്ഛൻ നിർമ്മിച്ച അച്ഛൻ അന്ന് കഷ്ടപ്പെട്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ച ഒട്ടനവധി ആളുകൾ ഇപ്പോഴത്തെ തലമുറ, ഞങ്ങളടക്കമുള്ള തലമുറകളിൽ അതിൻ്റെ നന്മ സംശീകരിച്ച ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അച്ഛനൊരു ഈ മലയോരത്തിൻ്റെ വികസനത്തിന് തന്നെ ഒരു വലിയ നായകത്വം വഹിച്ച ഒരു വ്യക്തിയാണ്. ദൈവം അച്ഛനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്, അത് ദൈവം കരം പിടിച്ച് അച്ഛനെ മലബാറിൽ എത്തിച്ചതാണ് എന്നൊരു തോന്നൽ അച്ഛനുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ആ ഒരു വിചാരം ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെ ചെന്ന് എന്ന് തുടങ്ങാൻ ഒരു മടിയില്ല. എൻ്റെ വിചാരം ഇരിക്കുന്നത് തുടങ്ങി വെച്ചാൽ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. ആ മാതാവ് കൊണ്ടു നടക്കും, നമ്മളെ എപ്പോഴും കൈപിടിച്ച് നടക്കുന്ന മാതാവ്. അതുകൊണ്ട് പരാജയം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. എല്ലായിടത്തും അങ്ങനെയായിരുന്നു. കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഞാൻ അവർക്ക് വിളക്കൻ്റെ ഒരു വീട്ടിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവർ കപ്പ എത്തിക്കൊണ്ടിരിക്കുക. കപ്പ എത്തുന്ന അവസരത്തിൽ ആ ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛാ വീട് മുഴുവനും ഓല മുഴുവൻ പോയിരിക്കുക, എല്ലാ വെള്ളം വീഴുന്നുണ്ട്. അച്ഛാ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൊണ്ടു വച്ചാ ഞാൻ അച്ഛൻ വരുമ്പോൾ തരണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു 50 രൂപ എടുത്തു വെച്ചു. 50 രൂപയ്ക്ക് വലിയ വിലയാണ്. വിധവയുടെ കൊച്ചു കാശ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടത്തി നിങ്ങളുടെ വീടിന് മുകളിലോട്ട് നോക്കിയാൽ ഓലയെങ്കിലും ഉണ്ട്, നമ്മുടെ പള്ളിയുടെ മുകളിലോട്ട് നോക്കിയാൽ അതുപോലുമില്ല, പൊളിച്ചിട്ടിരിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർ 50 രൂപ തന്നു. അങ്ങനെ ഓരോരുത്തരും തന്നിട്ടാണ് ആ പണിയെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ക്ഷീണവും ഇല്ല, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും സഹായിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഈ 50 രൂപയാണെങ്കിലും കൊള്ളാതെ തരുമ്പോൾ അവർക്ക് എന്തോ വലിയൊരു നേട്ടം വലിയ വിചാരിക്കുന്നത്. അവരും അതിൽ പങ്കാളികളാകുവാണ്. കൊടുക്കുന്നത് നേട്ടമായിട്ട് എപ്പോഴും ആളുകൾ പരിഗണിക്കുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ അച്ഛൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിലും അച്ഛൻ വളരെ വ്യാപൃതരും. ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, അതുപോലെ വാർഡ് കൂട്ടായ്മകൾ അച്ഛനാണ് ഈ രൂപതയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അങ്ങനെ ആളുകളെ നിർമ്മിക്കുക, ആളുകളെ ദൈവത്തിന് വേണ്ടി നിർമ്മിക്കുന്നതിലും അച്ഛൻ തൽപരനായി. വാർഡ് പ്രാർത്ഥനയിൽ പ്രത്യേകിച്ചും വള്ളപ്പള്ളി പിതാവ് എപ്പോഴും സഹായിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി പരീക്ഷണം നടത്തുമായിരുന്നു. വീടുകളിൽ കുർബാനയില്ലുമായിരുന്നു ഞാൻ. ഒരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ ചില അച്ഛന്മാർ പരാതി പറയും, അച്ഛനോട് തുടങ്ങി ഞങ്ങൾ തുടങ്ങണ്ടെന്ന് ചോദിക്കും. വീടുകളിൽ കുർബാന വേണ്ടി വെല്ലുമ്പോൾ ആ വാർഡിലുള്ള ആളുകളെല്ലാവരും ഒന്നിച്ചു വരും. നിവൃത്തിയില്ലാത്ത ആളുകൾ നിവൃത്തിയില്ലാത്തവരെല്ലാം അവിടെ സംസാരിപ്പിച്ച് കുർബാന കൊടുക്കും. പിന്നെ അവർക്ക് അവിടെ ആഘോഷങ്ങളെല്ലാം അവർ തന്നെ ഉണ്ടാക്കും. എല്ലാം വളരെ സജീവമാണ്. അലങ്കാരം എല്ലാവരും കൂടി വന്ന് അലങ്കരിക്കുന്നത്, ആ പ്രദേശം മുഴുവൻ അലങ്കരിക്കുകയാണ്. അന്ന് കറണ്ടൊക്കെ ഉണ്ടോ? ഇല്ല, കറണ്ടൊന്നും ഇല്ല. അവര് തിരികെ കത്തിച്ച് വെച്ച് അവർ അലങ്കാരക്കാരെ പണി കത്തിച്ചു. അതായത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വേറിട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അച്ഛൻ എപ്പോഴും സ്വീകരിച്ചത്. പുതുമകളൊക്കെ കാണിക്കാൻ ഒരു പുതിയ വഴി വെട്ടിത്തുറക്കാൻ സത്യത്തിൽ പിതാവിന്റെ സാന്നിധ്യം പ്രോത്സാഹനമൊക്കെ ഗുണമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു എല്ലായിടത്തും.
ഇപ്പോൾ വിളക്കന്നൂർ തന്നെ അല്ല ഹരിക്കോട്ടക്കരി ഞാൻ ഓർക്കുകയാണ്, എല്ലാ ഞായറാഴ്ചകളിലും ഓരോ വാർഡുകാരാണ് പള്ളി അലങ്കരിച്ചിരുന്നത്. അതെ, ഓരോ ഞായറാഴ്ചകളിലും പുതിയ രീതിയിലായിരുന്നു. ആളുകൾക്ക് അനുഭവമായിരുന്നു. ആ, വ്യത്യാസം, പള്ളിയിൽ വരാനൊരു ആഗ്രഹം, എന്നും പുതുമ, ഒരു സന്തോഷം. എന്നും പുതുമ. അങ്ങനെയുള്ള പുതുമകളിലൂടെയാണ് ആളുകളെയൊക്കെ നയിച്ചിരുന്നത്. അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഇത്രയും സ്കൂളുകൾ ഉണ്ടായിട്ടും അങ്ങാടിക്കടവ് UP സ്കൂളിൻ്റെ മുറ്റത്ത് അച്ഛൻ ഓർമ്മിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അച്ഛൻ നിർമ്മിച്ച ഒരു പാർക്ക്, കുട്ടികളുടെ പാർക്ക്, പുള്ളിക്കാരത്തെ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? അതുകൊണ്ട് ഞാനത് ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം. അതിന് നല്ല ഊഞ്ഞാലും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഊഞ്ഞാലിലുണ്ടായ ഫോട്ടോ ഒക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഓർമ്മയായിട്ട്. പുതിയ പുതിയ രീതികളിലൂടെ പോകാനായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പുതുമയുണ്ടാകുമായിരുന്നു എപ്പോഴും. ആ പുതുമയുള്ളത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം അത് ഇഷ്ടമാണ്. ഇന്ന് അച്ഛൻ്റെ ആ കാലഘട്ടം വളരെ ഇടവക ഒരു വികാരി കേന്ദ്രീകൃതമായിരുന്നു. ഇന്ന് ഇടവക ജനം, ഇടവകയിലെ അന്ന് ആഴ്ചയിലുള്ള അറിയിപ്പുകൾ, അത് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. എന്താണ് അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാ കുർബാന ശേഷമുള്ള അറിയിപ്പുകളിൽ വരുമായിരുന്നു. ഇന്ന് സത്യത്തിൽ അത്രയേറെ ഒരു റോൾ ഇടവകയിലെ ഒരു വികാരി അച്ഛൻ ഇന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ഇടവക കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകൾ വളരെ കുറവാണ്. ഇടവകയെ സംബന്ധിച്ച് നമ്മുടെ ഇടവകയെ നമ്മൾ നെഞ്ചിലേറ്റണം. ഇടവകയെ നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, നെഞ്ചിലേറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും. ജനങ്ങളെപ്പോഴും ഇടവകയെ സ്നേഹിക്കുന്നവരാണ്. ഇടവകയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് വരും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമുദായം മലബാറിൽ പച്ച പിടിച്ചു വന്നത്. അന്നത്തെ വികാരിയച്ഛന്മാരോട് ചേർന്ന് നമ്മുടെ അൽമായ നേതാക്കൾ അവരുടെ രക്തവും വിയർപ്പും കൊടുത്തു തന്നെയാണ് ഓരോ ഇടവകയും കെട്ടിപ്പടുത്തത്. പക്ഷേ അച്ഛന് തോന്നുന്നുണ്ടോ, ഇപ്പോൾ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ സാമുദായിക ബോധം, സമുദായ സ്നേഹം നമ്മുടെ ആളുകളിൽ കുറഞ്ഞു വരുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ട്? ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ അവർ ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കി പോവല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു അയലോക്കത്ത് പോകുന്ന സ്വഭാവം പോലും ഇന്നില്ലല്ലോ. അത് തിരികെ വരും, അല്ലെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്ന അച്ഛന് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഉറപ്പല്ലേ? തീർച്ചയായും. അത് നമ്മുടെ വാർഡ് പ്രാർത്ഥനകൾ സജീവമാക്കണം. വാർഡ് കൂട്ടായ്മകളിൽ നിന്നാണ് ഇടവകയുടെ വികസനത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നത്. ആ വാർഡിൽ ഏതെങ്കിലും കുടുംബങ്ങൾ പട്ടിണിയുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കവും ശരിക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മകൾ തന്നെയായിരുന്നു. അങ്ങനെ വന്നാലേ കാര്യമുള്ളൂ. അതിപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പൊതുവേ ഒരു ധാരണ എന്നാന്ന് വെച്ചാൽ, പരാതി ഉണ്ടാകാതിരിക്കുക, പരാതികൾ വരാൻ പാടില്ലെന്നാണ്. പരാതികൾ വരാതിരുന്ന ഇടവക നല്ലതാണ്. അങ്ങനെയല്ല, പരാതികളൊക്കെ വന്നത് വരും, പരാതികൾ പരിഹരിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ജീവൻ ഉണ്ടാകണമെന്ന് വരികിൽ പരാതികളുണ്ടാകും. ജീവനുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാകും. പ്രവർത്തിക്കുന്നിടത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. മാതാവാണ് നയിക്കുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരികയില്ല. പരിശുദ്ധ അമ്മയുടെ സ്നേഹം എപ്പോഴും എല്ലാവരും, മാതാവിൻ്റെ കാപ്പയുടെ കീഴിൽ അവർക്കൊരു സംരക്ഷണം ഉറപ്പാണ്. മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല. മാതാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തെറ്റുകൾ വരാൻ, നമുക്ക് തെറ്റ് വന്നാലും മാതാവ് ക്ഷണിക്കും. പിന്നെ നമുക്ക് തെറ്റാണെന്ന് തോന്നുകയും അത് തിരുത്താൻ നമുക്ക് പ്രേരണ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാവും. ഈ തിരുത്തിയില്ലെന്ന് കരുതുക എന്ന് കരുതി മാതാവ് ഉപേക്ഷിക്കുന്നു. മനസ്സിലായോ? ഒരമ്മയുടെ സ്നേഹം അതാണല്ലോ. മക്കൾ തെറ്റ് ചെയ്താലും അമ്മ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അമ്മ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ലൂർദ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ലൂർദ് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഗത്സമനിൽ അത് പ്രസംഗിച്ചതാണ്. ഖാനായിൽ പ്രസംഗം പറഞ്ഞതാണ്. ഇവിടെ എല്ലാം പോയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ലാംഗ്വേജാണ് അച്ഛൻ ഉപയോഗിക്കുക? ഇംഗ്ലീഷ് ഉപയോഗിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ഭക്തിയോടുകൂടി വർദ്ധിച്ചാൽ ഇടവക എല്ലാം വളരെ നന്നായിട്ട് വരും. കുടുംബങ്ങൾ ഇടവക നന്നാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാവാണ്. കാരണം ഈശോയുടെയാണ് ഇടവക. ഈശോയുടെ ഇടവക നന്നാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാവാണ്. മാതാവിൻ്റെ കൃപ എപ്പോഴും ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്, സമർത്ഥമായിട്ടുണ്ടാകുന്ന ഒരു അനുഗ്രഹമാണ്. അത് വള്ളപ്പള്ളി പിതാവിൻ്റെ കാലത്തും മാതാവിൻ്റെ ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കൊള്ളാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അത് നമുക്കുണ്ടാകണം സ്വാഭാവികമായിട്ട്. പരിശുദ്ധ അമ്മയുടെ സ്നേഹം അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ തണലിൽ ആ തിരിക്കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ബഹുദൂരം മുന്നേറി
ഈ പുരോഹിത ശ്രേഷ്ഠൻ നമുക്ക് തീർച്ചയായും ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ വേരൂന്നി ഒരു സ്വർഗീയ ജീവിതത്തിലേക്ക് തന്നെ എത്തുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പ്രാർത്ഥനാരൂപിയായും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. അച്ഛൻ്റെ ഈ ജീവിത മാതൃകയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരുപാട് നന്ദി.